രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽവൽക്കരണത്തിനും ജനാധിപത്യാവകാശ നിഷേധങ്ങൾക്കുമെതിരായി പൗരാവകാശ സമ്മേളനം ഗാന്ധി പാർക്കിൽ നടന്നു. എം.എൻ. കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ രംഗത്തെ കുറ്റവാളിത്തത്തിനും ജനാധിപത്യ അവകാശ നിഷേധങ്ങൾക്കുമെതിരെ പയ്യന്നൂർ പൗരാവകാശ സംരക്ഷണ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പൗരാവകാശ സമ്മേളനം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത സമ്മേളനം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും ഗൗരവകരമായ ചർച്ചകൾക്ക് വേദിയായി. പ്രമുഖ ചിന്തകൻ എം.എൻ. കാരശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മിക്ക സമരങ്ങളുടെയും മിക്ക കൊലപാതകങ്ങളുടെയും മിക്ക ആത്മാഹുതികളുടെയും മിക്ക രക്തസാക്ഷിത്വത്തിന്റെ ഒക്കെ കാര്യം കുറച്ച് കഴിയുമ്പോൾ വളരെ പരിഹാസമായിരിക്കും. ഇതൊരു സ്ഥിതി എന്നായിരിക്കും. ഇതിനൊന്നും കൃത്യമായി നടപടിയില്ല. നിയമ നടപടി വരും. ഇവിടെ കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് 30ഓളം പോലീസുകാരുടെ നടുവിൽ നിൽക്കുന്ന ആരോഗ്യമന്ത്രിയെ ഗറില്ല മോഡൽ ആക്രമണം നടത്തി. വല്ലവരുമല്ല, പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് പറയാണ്, കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ച് ഞെരിച്ചു. ഇതൊരു മന്ത്രി സ്ത്രീയെ അപ്പൊ ഈ 30 പോലീസുകാർ അന്ന് പിടിച്ചോടുണ്ടായിരുന്നു. ഡോക്ടർ പി.വി. രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പത്മശ്രീ വി.പി. അപ്പുക്കുട്ട പൊതുവാളുടെ സമാധാന സന്ദേശം ചടങ്ങിൽ എൻ. സുബ്രഹ്മണ്യൻ വായിച്ചു. ടി.പി. പത്മനാഭൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ തരംഗം നേരിടുന്ന മൂല്യച്യുതിയുടെയും പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുന്നതിനെയും സമ്മേളനം ശക്തമായി അപലപിച്ചു. ജനകീയ കൂട്ടായ്മകളിലൂടെ മാത്രമേ ഇത്തരം പ്രവണതകളെ ചെറുക്കാൻ സാധിക്കൂ എന്ന് സമ്മേളനം വിലയിരുത്തി. സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിരവധി പ്രമുഖർ സമ്മേളനത്തിൽ അണിനിരന്നു. എം.എൻ. കാരശ്ശേരി, ഡോക്ടർ പി.വി. രാജഗോപാൽ, ഡോക്ടർ എം.പി. മത്തായി, ഡോക്ടർ എ.കെ. രാമകൃഷ്ണൻ, വി.എസ്. അനിൽകുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. വേൾഡ് വിത്തൌട്ട് വാർ ആൻഡ് വയലൻസ് തുടങ്ങിയ വിവിധ സംഘടനകളുടെ പ്രതിനിധികളും സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കെ.ഇ. കരുണാകരൻ സ്വാഗതവും വിനോദ് കെ.പി. നന്ദിയും രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.